ശ്രീ കെ ജെ ജേക്കബ്, ഇവിടെ ഈ വിധികൾ എന്ന് പറയുമ്പോൾ നിരന്തരമായി ഗൗരവമായ വിധികൾ പലതും വന്നു. അതിപ്പോൾ അഴിമതി തുറന്നു കാട്ടപ്പെടുന്ന ഇലക്ട്രൽ ബോണ്ട് കേസിൽ വന്നു. അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിൽ നമുക്കറിയാം പ്രതിപക്ഷ രാഷ്ട്രീയത്തെ വേട്ടയാടുന്നതിനെതിരായിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു കോടതിയുടേത്. ഇപ്പോൾ മാധ്യമലോകവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സ്വതന്ത്രമായി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ ഇതാണ് അവസ്ഥ എന്ന മുന്നറിയിപ്പ് നൽകുന്നതിനെതിരായിട്ടുള്ള ഒരു നീക്കം, ഇതെല്ലാം ആ തരത്തിലൊക്കെയുള്ള പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൽ സുപ്രീം കോടതികൾ ഇടപെട്ട് ശക്തമായ വിധികൾ, ഉത്തരവുകൾ വരുമ്പോൾ എത്രമാത്രം വഴിവിട്ട് ഭരണഘടനാ വിരുദ്ധമായി, ചട്ടവിരുദ്ധമായി, നിയമവിരുദ്ധമായി ഏജൻസികളെ ദുരുപയോഗിക്കുന്നു എന്നത് സംബന്ധിച്ച് നാടിന്, രാജ്യത്തിന് വളരെ പ്രകടമായി മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണോ ഈ വിധികളുടെ, സുപ്രീം കോടതി ഇടപെടലിൻ്റെ ഏറ്റവും കാതലായ വശം? എക്സാക്ട്ലി, അതാണ് അതിൻ്റെ പ്രശ്നം. ശ്രീ വിഷ്ണു പറഞ്ഞതുപോലെ ഇതൊരു ജാമ്യമല്ല, അറസ്റ്റ് ക്യാൻസലാക്കുകയാണ് ചെയ്തിരിക്കുന്നത് സുപ്രീം കോടതി. ആ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ അറസ്റ്റ് നിയമവിരുദ്ധമാകുന്നത്? നമ്മൾ ഇതിനകത്ത് കാണേണ്ട കാര്യം, ഇപ്പൊ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്ന നിയമങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് PMLA ആക്ടാണ്, കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം, പിന്നെ UAPA. ഈ നിയമങ്ങളുടെ പ്രത്യേകത എന്നുള്ളത് ഇതിൻ്റെ അകത്ത് പെട്ടാൽ പിന്നെ ജാമ്യം കിട്ടുക എന്നുള്ളത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. 150 ദിവസത്തേക്ക് നോക്കുക വേണ്ട. അത് കഴിഞ്ഞിട്ട് PMLA കേസിലാണെങ്കിൽ നിങ്ങൾ നിരപരാധിയാണെന്ന് തെളിയിക്കാതെ നിങ്ങൾക്ക് ജാമ്യമില്ല. ഈ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സർക്കാർ അതിൻ്റെ എതിരാളികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇതേ കേസ് നമ്മൾ ഇപ്പം കണ്ടതെന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് UAPA നിയമപ്രകാരം ഒരാൾ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് എന്ത് കാരണത്താലാണ് അറസ്റ്റ് ചെയ്തത് എന്ന് അയാളോട് പറയാനുള്ള ഉത്തരവാദിത്തം പോലീസിനുണ്ട്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കുണ്ട്. എങ്കിൽ മാത്രമേ അയാൾക്ക് അയാളുടെ സ്വന്തം കാര്യം കോടതിയിൽ പറയാൻ പറ്റൂ. അതൊരു പൗരന് കൊടുക്കുക. അതായത് നിയമം വളരെ കർശനമായി ഭീകരന്മാരെ നേരിടാൻ വേണ്ടി എടുത്തിരിക്കുന്ന നിയമമാണ്. അപ്പൊ ആ നിയമം പ്രകാരം ഒരാൾ അറസ്റ്റിലായാൽ ജാമ്യം കിട്ടില്ല. പക്ഷേ അതിൽ നിയമം കൊടുത്തിരിക്കുന്ന, പൗരന് കൊടുത്തിരിക്കുന്ന ഒരു സുരക്ഷാ വാതിൽ എന്നുള്ളത് അയാളുടെ പേരിൽ എന്ത് കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അയാളോട് കൃത്യമായി പറയുകയും സ്വയം ഡിഫെൻഡ് ചെയ്യാൻ അയാൾക്ക് ഒരു അവസരം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് നിയമത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്. അത് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കണ്ടിട്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ അയാളുടെ അറസ്റ്റാണ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് നിയമവിരുദ്ധമാണ്, അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമാണ്. ഇപ്പൊ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച് അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്ന നീതിയാണ് ഇപ്പോൾ അത് 2 കോടതികൾക്ക് ശേഷം സുപ്രീം കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നത്. നമ്മളിതിനകത്ത് കാണേണ്ട പാറ്റേൺ എന്നുള്ളത്, ഇതിൻ്റെ അകത്ത് ഈ ഒരു കേസ് അല്ല ഇത്. പ്രൊഫസർ GN സായിബാബയുടെ കേസിൽ ഇതേ കാര്യമാണ് നടന്നത്. ഇതേപോലെ ഡൽഹി സർവകലാശാലയിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന, വീൽ ചെയറിൽ മാത്രം നടക്കാൻ പറ്റുമായിരുന്ന പ്രൊഫസർ സായിബാബയെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ജീവപര്യന്തം ശിക്ഷിച്ചു കഴിഞ്ഞ ഹൈക്കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു. അന്നും ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യം, ഇദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഉത്തരവ് ഒരു പർട്ടിക്കുലർ ഏജൻസി, അതായത് കോമ്പറ്റീറ്റീവ് ഒരു കോമ്പറ്റന്റ് ഏജൻസി അദ്ദേഹത്തെ UAPA പ്രകാരം വിചാരണ ചെയ്യാൻ അനുമതി കൊടുക്കേണ്ടതുണ്ട്. അതില്ലാതെയാണ് അദ്ദേഹത്തെ വിചാരണ ചെയ്തത് എന്ന് വെച്ചാൽ അന്ന് ആ ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് പറഞ്ഞു, ഭീകരന്മാരെ നേരിടാൻ വേണ്ടി നിയമത്തിന്റെ ഏതറ്റം വരെയും പോകാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്, സർക്കാരിന് അവകാശമുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം പൗരന് നിയമം വെച്ച് നീട്ടിയിരിക്കുന്ന ചില സുരക്ഷിത അറകൾ, അത് സുരക്ഷിത വാതിലുകൾ അത് അടയ്ക്കുക എന്നുള്ളതല്ല. അതായത് ഇയാളുടെ പേരിൽ UAPA പ്രകാരം ചാർജ് ചെയ്യാവുന്നതാണ് എന്ന് ഒരു നിഷ്പക്ഷ ഏജൻസി വിലയിരുത്തി തീരുമാനിക്കണം എന്ന് നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം പാലിക്കാതെ വന്നാൽ നിയമത്തിന്റെ ലംഘനമാണ്. സർക്കാരിന്റെ ഏജൻസിക്ക് നിയമലംഘനം സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് നാഗ്പൂർ ഹൈക്കോടതി 3-4 വർഷം മുമ്പ് പ്രൊഫസർ സായിബാബയെ വിട്ടയച്ചത്. എന്താണ് സംഭവിച്ചത്? സുപ്രീം കോടതിയിലെ 2 ജഡ്ജിമാരെ രായ്ക്ക് രാമാനും പിറ്റേ ദിവസം രാവിലെ അവധി ദിവസത്തിൽ കേസെടുത്ത് അദ്ദേഹത്തെ വീണ്ടും ജയിലിലിട്ട് ഈ കേസ് വീണ്ടും പരിശോധിക്കാൻ വേണ്ടി ഹൈക്കോടതിയിലേക്ക് വിട്ടു. ഹൈക്കോടതി 2 മാസം മുമ്പാണ് വീണ്ടും ആ കേസ് കേട്ടിട്ട് 2 വിധത്തിൽ, ഒന്ന് വിചാരണയ്ക്ക് വേണ്ടി കൊടുത്തിരുന്ന വിചാരണ തന്നെ തെറ്റായിരുന്നു, ഈ അനുമതിയില്ലാതെ വിചാരണ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞു. 2, വിചാരണയിൽ പോലും അദ്ദേഹത്തിനെതിരെ ഒരു തെളിവും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഈ പ്രൊക്കാസ്തയുടെ കേസിൽ നമ്മൾ കാണുന്നത്. നിയമം എന്നുള്ളത് കുറ്റക്കാരെ ശിക്ഷിക്കാനുള്ളതാണ്, അല്ലാതെ നിയമത്തിന്റെ പേരിൽ ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ട് പൗരന്മാരെ പീഡിപ്പിക്കാനുള്ള ഒരു കാര്യമല്ല എന്ന് സുപ്രീം കോടതി നിരന്തരമായി കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. PMLA കേസിൽ സഞ്ജയ് സിംഗിന് ജാമ്യം കൊടുത്തപ്പോൾ സുപ്രീം കോടതി പറഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു കഷണം തെളിവ് അദ്ദേഹത്തിന്റെ പേരിലില്ല,
നിങ്ങൾ ഈ കേസിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ട് ഞങ്ങൾ അയാൾക്ക് ജാമ്യം കൊടുക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പം ഉച്ച കഴിഞ്ഞ് വരാൻ വേണ്ടി പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് വന്നപ്പോൾ ഇല്ല, ജാമ്യം കൊടുത്തോളാൻ പറഞ്ഞു. അതല്ലായിരുന്നെങ്കിൽ സുപ്രീം കോടതി എഴുതി വെച്ചേനെ ഇദ്ദേഹത്തിന്റെ പേരിൽ കേസില്ല എന്ന്. അരവിന്ദ് കെജ്രിവാളിന്റെ കേസിൽ അത് തന്നെയാണ് സംഭവിച്ചത്. നിയമത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാരിനെതിരെ സംസാരിക്കുന്ന ആളുകൾക്കെതിരെ അവരുടെ പേരിൽ കുറ്റം തെളിയിക്കുക എന്നുള്ളതല്ല സർക്കാരിന്റെ ആവശ്യം. കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം അവരെ ജയിലിലിട്ട് പീഡിപ്പിക്കുക, അത് കാണിച്ച് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുക, സർക്കാരിനെതിരെ സംസാരിക്കുന്നവരെ നിശബ്ദരാക്കുക. ഈ കളി വേണ്ട എന്നുള്ളതാണ് ഒരു 3-4 ജഡ്ജ്മെന്റായിട്ട് സുപ്രീം കോടതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. BJP പ്രതിനിധി പറഞ്ഞതുപോലെ വളരെ ലളിതമായിട്ട് ഒരു കേസിലെ ജാമ്യം കൊടുക്കുക എന്നുള്ളതല്ല, നിയമവിരുദ്ധമായി പ്രവർത്തിച്ച കേന്ദ്ര ഏജൻസിക്കെതിരെയുള്ള സുപ്രീം കോടതിയുടെ ശക്തമായ താക്കീതാണ്. അദ്ദേഹത്തോട് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ചൈന എന്ന് പറയുന്നത് കേട്ടോ അദ്ദേഹം വളരെ പെട്ടെന്ന് ഞെട്ടരുത്. ഇന്ത്യയുടെ ഇന്നലത്തെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണറായിട്ട് ചൈന മാറിയിരിക്കുന്നു. അമേരിക്കയെ മാറ്റി. ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണർ. അതുകൊണ്ട് ചൈന എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് സൂക്ഷിച്ച് പറയാൻ കൊള്ളാം. ദാറ്റ്സ് ബിസൈഡ് ദ പോയിന്റ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നിയമത്തിന്റെ ദുരുപയോഗം മൂലം, ദുരുപയോഗം എന്ന് പറഞ്ഞാൽ സാധാരണ ദുരുപയോഗമല്ല, അങ്ങേയറ്റത്തെ കാൽക്കുലേറ്റ് ചെയ്ത് രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദരാക്കാൻ വേണ്ടി നിയമത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകളെ ജയിലിട്ട് പീഡിപ്പിക്കുന്നത് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഇവർ ഈ പ്രകാശിന്റെ പേരിലോ അല്ലെങ്കിൽ സഞ്ജയ് സിംഗിന്റെ പേരിലോ ഈ ആം ആദ്മി പാർട്ടി നേതാക്കൾ ഇവരെ ഒന്ന് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്കറിയാം ശ്രീ ശിവശങ്കറിനെ ജയിലിട്ട് പീഡിപ്പിച്ചത് മുഴുവൻ ഒറ്റ വാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിണറായി വിജയൻ എന്നൊരു വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ഈ കാലം മുഴുവൻ ജയിലിട്ട് പീഡിപ്പിച്ചത്. അഥവാ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ വേട്ടയാടി പിടിക്കാൻ നിയമത്തെ ദുരുപയോഗിക്കുന്ന പരിപാടി കേന്ദ്ര സർക്കാർ നിർത്തണം എന്നുള്ള ശക്തമായിട്ടുള്ള താക്കീതാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി നൽകി.